എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് വളരെ സ്ഥലം കുറവുള്ള ഒരു സ്ഥലത്താണ്, തൃശ്ശൂർ ചെമ്പൂക്കാവിലാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബയോമെക് 10L ആണ്, ഏറ്റവും ചെറിയ മോഡലാണ്. ഇതാണ് നമുക്കിവിടെ സൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നമ്മൾ ആകെ കൂടി ഒരു 3 സെൻറ്റ് സ്ഥലത്താണ് ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 2.5 കിലോ സോളിഡ് വേസ്റ്റും 4 ലിറ്റർ ലിക്വിഡ് വേസ്റ്റുമാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു പുതുവത്സര ആശംസകൾ കൂടി നേരുകയാണ്. 2023 എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് പോകാം വീഡിയോയിലേക്ക്. ഏറ്റവും കൂടുതൽ എൻക്വയറിയുള്ള മോഡൽ ബയോമെക് 10L ആണ്. കാരണം എല്ലാം ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് ബയോമെക് 10L ആണ് കൂടുതലും നമുക്ക് സെയിൽസ് ഉള്ള മോഡൽ. നമ്മുടെ മോഡലുകൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ 10L, 20L, 40L, 80L, 120L, 200L, 400L ഇങ്ങനെയാണ് മോഡലുകൾ വരുന്നത്. കൊമേഴ്ഷ്യൽ മോഡൽ 300 കിലോ വരെ ഡെയിലി ഇടാവുന്ന മോഡലുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് കൂടുതലും ഫിക്സഡ് മോഡൽസ് ആണ്. ഇപ്പോൾ ഇനി ഫിക്സഡ് മോഡൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് പോർട്ടബിൾ തന്നെ ചെയ്യാൻ പറ്റും. അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ഓൺ സൈറ്റ് ആണ് ചെയ്ത് കൊടുക്കാറ്. കാരണം ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട്. കാരണം ഒരു ട്രക്കിലൊക്കെ കയറുന്നതിനുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതിന് ഡയമെൻഷനാണ് കൂടുതൽ, വെയിറ്റ് അല്ല, ഡയമെൻഷനാണ് ഇതിന് കൂടുന്നത്. പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഉത്തരവാദിത്വവും കസ്റ്റമറുടെയാണ്. കാരണം പ്ലാന്റിൻ്റെ ലീക്കുകൾ സംബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ട് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന രീതികളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഒരു ഗൈഡൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസ് കത്താത്തൊരു കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റൗ ക്ലിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗ്യാസ് ലൈൻ ക്ലിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാൾവ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ പ്ലാന്റിൻ്റെ സ്ലറി കളർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ pH മാറിയെന്ന് അർത്ഥം. അത് ഞങ്ങൾക്കോ വേറെ ആർക്കോ പുറത്തുനിന്ന് നമുക്ക് സൊല്യൂഷൻ തരാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അല്ല. അത് ഒരു മേജർ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഇടാതെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അക്ഷമരാവാതിരിക്കുക, ക്ഷമിച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം അത് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു പോയിന്റാണ് ഞാൻ ഈ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ഡയറക്ഷനിൽ പ്ലാന്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഈ പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ തന്നെ അത് ഏറ്റവും അവസാന ഘട്ടം എന്ന് പറയുന്നത് ക്ലീൻ ചെയ്ത് വീണ്ടും നിറയ്ക്കലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതട്ടെ. ന്യൂ ഇയർ നല്ല രീതിയിൽ ആഘോഷിക്കുക, സേഫായിട്ടിരിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസിനറേറ്ററിൻ്റെ സോളാർ ഡിവിഷൻ്റെ നമ്പറുകളും നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. അതും ആ ലിങ്കുകളൊന്ന് ഫോളോ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, താങ്ക് യു, ബൈ ഫ്രം ബയോമെക്.